ഹലോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോഴും ഷോർട്സ് ഇടുമ്പോഴൊക്കെ കുറേ വരുന്ന കമൻറ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസമല്ലേ, അപ്പോൾ അതങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ച്. വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച്. ഇവിടെ ഒരാൾ എണീറ്റിട്ട് കൂടില്ല കേട്ടോ, തീരെ എണീറ്റിട്ട് കൂടില്ല. ഇന്നലത്തെ ഫസ്റ്റ് ഇതിൻ്റെ ക്ഷീണം. കാക്കോ കാക്കോ ഓയ് നിക്കണില്ലേ? പോവാനുള്ളതല്ലേ? നീക്ക്. ഷാവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അജുക്ക എണീറ്റ് മാറ്റാനൊക്കെ ഉണ്ട്. എനിക്ക് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ട്. അജുക്കാടെ ഫാമിലിയിലാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ അടിക്കാൻ പോകട്ടെ. കാക്കോ ചായ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് TV മസ്റ്റാണ്. ഇങ്ങനെ ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ, ചായ അടിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ TV അല്ലെങ്കിൽ ഫോൺ കയ്യിൽ വേണമെന്നുള്ളവർ. സ്പെഷ്യൽ പത്തരും ബീഫും. അത് ചായ എടുക്കാത്തതുകൊണ്ട് എൻ്റെ അമ്മ ഹോർലിക്സ് ഒക്കെ എടുത്താണ്. എല്ലാവരുടെ വീട്ടിൽ എന്താ രാവിലെ ഇതാണ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് വരാം കേട്ടോ. ഇതാട്ടോ അജുക്കാട് ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ യെല്ലോ കളർ ഷർട്ടും വൈറ്റ് പാൻറ്റും. ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നീ ഒരു മണിക്കൂറോളം ഉണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് തട്ടാ ഒരാളത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താ എന്നിട്ട് ഇന്നെ പറയാ. എനിക്ക് ആകെ 5 മിനിറ്റിന്റെ പരിപാടി ഉള്ളൂ. ഇവർക്കാണെങ്കിൽ 2.5 മണിക്കൂർ 2.5-3 മണിക്കൂറോളം പിടിക്കും. മാറ്റല്, മേക്കപ്പ് ഇടല്. ഒരു രസമില്ല. ഞാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ്. ഞങ്ങള് ഇറങ്ങിക്കണം കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ എത്തിയിട്ട് വീഡിയോ കാണാം കേട്ടോ. വീഡിയോ കാണാന്നല്ല, അവിടെ എത്തിയിട്ട് എടുക്കാം ബാക്കി വീഡിയോസ്. ഓക്കെ? ഈ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ടല്ലേ, സാരല്ല, അങ്ങനെയൊക്കെ അല്ലേ, നിങ്ങളോട് ക്ഷമിക്കും. ഇവിടെ കേട്ടോ ഗൈസ് ഞങ്ങൾക്കിന്ന് ഫംഗ്ഷൻ ഉള്ളത്. അതിനതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങാട്ടോ ഇവിടുന്ന്. ഇനി ഞങ്ങള് ബീച്ചിലേക്ക് പോവാണ്ട്. അപ്പൊ ഗായ്സ് ഞങ്ങൾ വരുന്നതായിരിക്കും ഉമ്മാനെ കിട്ടിയിരിക്കണ്. അപ്പൊ ഉമ്മാനെ വീട്ടിലിറക്കി കൊടുക്കാം. ഞങ്ങൾ പുറത്ത് പോകുന്നതാ. ചിരിച്ച് ഇതാണ് എന്റെ ഓള കസിൻസ്. നേരത്തെ കണ്ടത് അജുവിന്റെ ഓള കസിൻസ്. എന്ത് സ്വഭാവം ഇടിയാ, എല്ലാരും കാണാൻട്ടാ. കന്യാസ്ത്രീകളാണ് മൊത്തം. കഴിഞ്ഞ പെരുന്നാളിന്റെ അത്ര ക്രൗഡൊന്നും ഈ പെരുന്നാളിനില്ല. ചിലപ്പോ സമയമാവുണ്ടാവുള്ളൂ, അതുകൊണ്ടായിക്കാരം. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ തിരക്കുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല കർമ്മ ശരിക്ക്. പൊന്നാനിക്കാരാണെങ്കിൽ അവർക്ക് അറിയാം. അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടോ. ഒരാളെ ഫോട്ടോ എടുക്കാനാണ് ട്ടാ. ഇതൊക്കെ ക്യാമറമാൻ്റെ മെയിൻ ചെക്കന്മാരെ, എഡിറ്റേഴ്സ് അസീർ മലിക്, അഭിനയ സിംഹം, ഷുഹൈബിൻ അലി. നമ്മൾ കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൂടിയിട്ട് വരുത്തിയ മുതലാണ്ടത്. അബ്ബാസ് ദിനാർ. കണ്ട എല്ലാരും സെറ്റാണ്. എല്ലാരും ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ ഫോട്ടോ നോക്കട്ടെ. മോനെ ഫോട്ടോ ഉണ്ടോ? ഏതാ ഫോട്ടോ അല്ലേ?
എന്നിട്ട് അസുർ മാലിക് ഇൻസ്റ്റാഗ്രാം നെയിം ആരെങ്കിലും എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനുണ്ടെ വിളിച്ചാൽ മതി അല്ലേ? അസു എഡിറ്റ് ചെയ്ത് കൊടുക്കൂലേ വീഡിയോസ്? അതാ കർമ്മത്തെ ക്ലൈമറ്റ് മഴക്കാറായി വരുന്നുണ്ട്. ഫാമിലീസും എല്ലാവരും ഉണ്ട്. ഈന്റെ മോനെ അവിടെ മോനെ ഏതാ പോസ് നല്ല തള്ളല്ലോ രണ്ടാള്. എന്താണ് എന്താ ബസ് നടന്നോ? വെറുതെ എല്ലാ കർമ്മയിലൊന്നും ക്രൗഡ് ഇല്ലാത്ത ഉള്ള തിരക്ക് മൊത്തം ബീച്ചിലാണ്. കണ്ടില്ലേ? അങ്ങോട്ട് പോവാൻ പോലും പറ്റണില്ല, അത്രക്ക് തിരക്കാ. മഴ സീനാണ്, മഴ സീനാ ഗൈസ്. ഗൈസ് മഴ നനഞ്ഞു ഗൈസ്. എന്റെ കോളേജ് ഞാൻ ഇപ്പൊ കാണിക്കണില്ല. ആദ്യം നനഞ്ഞ് കുളിച്ച് ഗൈസ്. ഗൈസിനടുത്ത് പറയണ്ടല്ലേ സാറില്ല ക്ഷമിക്ക്. കണ്ണൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടോ. എനിക്ക് മഴക്കോട്ടുണ്ട്, ഞാൻ കുടിക്കും. മഴയൊക്കെ പെയ്തില്ലേ, അപ്പൊ വെറുതെ ഐസ്ക്രീം കഴിക്കാൻ ഒരു പൂതി. അതിന് വേണ്ടിയിട്ട് കാര്യമുണ്ട്. ഇവിടെ ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിലാണ്. അപ്പൊ അങ്ങനെ ഗൈസ് കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാൻ പോവാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങള് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഇനി ചെയ്യാനും ഇനി വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.